ഹായ് ഹാപ്പി ലൈഫ് വിത്ത് മൂവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പെടക്കണ അയില കറി വെച്ചാലോ, അത് മുളകിട്ടിട്ട്. കാണാൻ റെഡിയാണോ എല്ലാവരും? വീഡിയോ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ മീൻ നന്നായി വെട്ടി കഴുകി ഉപ്പിട്ട് ഉരച്ച് സ്വർക്കൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെളുപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കാം. 2 വലിയ തക്കാളി ഇതേ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു സബോളയും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. കറിവേപ്പില എൻ്റെ വീക്ക്നെസ്സാണ്. പ്രത്യേകിച്ച് മുളകിട്ട കറിയിലൊക്കെ നന്നായി കറിവേപ്പില ഇടണം കേട്ടോ. ഒരു 5-6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5-6 വെളുത്തുള്ളി കുഞ്ഞുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. 3 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലി നമുക്ക് വേണ്ടേ വേണ്ട. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി നന്നായി വെള്ളത്തിലിട്ട് 2-3 പ്രാവശ്യം പിഴിഞ്ഞിട്ട് ആ ചാറ് നമ്മളവിടെ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും സെറ്റാക്കി വെച്ചാൽ പിന്നെ കറി വെക്കാൻ എന്താണ് പണിയില്ലേ. അപ്പോൾ തുടങ്ങിയാലോ നമുക്ക്. കഴുകി വൃത്തിയാക്കി വെച്ച ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ചാണ് ഇട്ടുന്നത് കേട്ടോ. തക്കാളി, സബോള, വെളുത്തുള്ളി, വേപ്പില. പിന്നെ ഞാൻ എടുക്കാൻ മറന്നുപോയൊരു സാധനമാണ് കേട്ടോ, പച്ചമുളക്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതിട്ടോ. ഞാനത് മറന്നുപോയതാണ് തിരക്കിൽ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി പ്രത്യേകം ശ്രദ്ധിക്കണം. കല്ലുപ്പിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായി തിരുമ്പി ഉടച്ച് യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. തിരുമ്പി നന്നായി ഉടച്ചതിൻ്റെ ശേഷം മാത്രമാണ് പുളിവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ പുളി ഒഴിക്കരുത് കേട്ടോ. അങ്ങനെ പുളിയൊക്കെ ഒഴിച്ച് കലക്കി നമ്മൾ അടുപ്പത്തേക്ക് കയറ്റി വെച്ചു കേട്ടോ. ഇനി അവിടെ ഇരുന്ന് നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ചതിൻ്റെ ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ കറിയൊക്കെ നന്നായി വെട്ടി തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ വെളിച്ചെണ്ണയും വേപ്പിലയും കൂടിയൊക്കെ തിരുമ്പിയതിൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതിലൊരു ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ പെരുംജീരകം ഇടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല. സാധാരണ ഞാൻ മുളക് ചാറ് വെക്കുമ്പോൾ പെരുംജീരകമൊക്കെ ഇടാറുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അതിൻ്റെ മണം ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ അത് വേറൊരു ടേസ്റ്റും മണം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോ മീനായി പറക്കിയിട്ടിട്ട് കയ്യിലിട്ടിട്ട് വല്ലാതെ കുത്തി ഇളക്കി അങ്ങോട്ട് പൊടിച്ച് കളയത്ത്. ജസ്റ്റ് ആ അരികൊക്കെ ഒന്ന് മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നന്നായി വേവട്ടെ. എപ്പോഴും മീൻകറി വെക്കുമ്പോൾ മൂടാതെ തന്നെ വേവിക്കണം കേട്ടോ. മൂടിയിട്ട് വേവിക്കണത് അത് അത്ര നല്ലതല്ല കേട്ടോ. മൂടാതെ നല്ല തീയിൽ തുറന്നിരുന്ന് വേവണ മീൻകറിക്കാണ് പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കറി അവിടെ ഒരു വിധം വറ്റി വന്നപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് ഒരു പാന് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 മണി ഉലുവ ഇട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഉലുവ നന്നായി പൊട്ടി വന്നപ്പോൾ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ടിട്ട് നന്നായി മൂപ്പിക്കുന്നുണ്ട്. കുറച്ച് വേപ്പില ഇടുന്നുണ്ട് കേട്ടോ. അത് നന്നായി മൂത്തതിൻ്റെ ശേഷം നമുക്ക് കറി ഓഫ് ചെയ്ത് തള വറ്റുന്നതിന് മുന്നേ തന്നെ മൂപ്പിച്ചതായിരിക്കും ഒഴിക്കണം കേട്ടോ. കറി ചൂടാറിയതിന് ശേഷം മൂപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കറി ഒരുവിധം വറ്റി നമ്മൾ ഓഫാക്കാൻ പാകമാവുന്നതിന് മുന്നേ തന്നെ ഉള്ളി വാട്ടി വെക്കുക. കറി ഓഫ് ചെയ്ത് തള വറ്റുന്നതിന് മുന്നേ തന്നെ ഉള്ളി മൂപ്പിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. നല്ല ചൂടുള്ള കറിക്ക് ആ ഉള്ളി മൂപ്പിച്ച് വയ്ക്കുമ്പോൾ അങ്ങനത്തെ ഒരു സൗണ്ടില്ലേ, അത് കിട്ടണം കേട്ടോ നമുക്ക്. അതാണ് അതിൻ്റെ ഒരു ഇത്. എന്നിട്ട് അതാണ്ട് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ ഉണ്ടാവണം ആ ഒരു മണം, ആ ഒരു ഗുണം, ആ ഒരു കളറും. എൻ്റെ മക്കളെ, ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ.
അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം അടച്ചു വെച്ച അടപ്പ് തുറന്നപ്പോൾ ദേ നമ്മളെ മീൻകറി ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. വെറുതെ പറയല്ല, നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ലുക്കാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളൂ കേട്ടോ. മറ്റൊരു നല്ല അടിപൊളി വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.